മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ. പരിശുദ്ധ മാതാവ് 1996 ഡിസംബർ 8 മുതൽ 2002 വരെ കഞ്ചിക്കോട് റാണി ജോണിന് 21ഓളം സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മാതാവ് പറയുന്നു, മക്കളെ, ഞാൻ നിങ്ങളുടെ അമ്മയാണ്. സ്നേഹമാകുന്ന യേശുരൂപത്തെ പ്രതിഫലിപ്പിച്ച അമ്മയാണ് ഞാൻ. എത്രയും പരിശുദ്ധ തൃത്വമായ ദൈവം അതിവിശേഷമായ മഹിമയിലേക്ക് എന്നെ ഉയർത്തി. മക്കളെ, നിങ്ങൾ പാപമാകുന്ന തിന്മയിൽ നിന്ന് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം. ലോകശത്രുവായ പിശാചിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന മക്കളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. അമലോത്ഭവയായ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ സമീപത്തുണ്ട്. എൻ്റെ പുത്രനായ യേശുവിനോടും സഭയോടും വിശ്വസ്തത കാണിക്കാതെ ജീവിക്കുന്ന വൈദികർക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക. കഷ്ടതകളുടെയും പരീക്ഷണങ്ങളുടെയും സമയത്തെ അതിജീവിക്കുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കും. വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പാപം അതിൻ്റെ ഉച്ചകോടിയിലെത്തിയിരിക്കുന്നു. ഈ നാളുകളിൽ ശക്തമാകിക്കൊണ്ടിരിക്കുന്ന ദൈവിക സ്വരമാണ് ഞാൻ. എൻ്റെ വിമല ഹൃദയത്തിൽ ഓരോ മക്കളും പ്രതിഷ്ഠിതരായിരിക്കണം. ധൈര്യം കൈവിടരുത്, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, പ്രചരിപ്പിക്കുക. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സ്പെയിനിലെ സരഗോസയിൽ AD 40. ആദ്യമായി മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ ആരംഭിച്ചത് സരഗോസയിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടായിരുന്നു. മാതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബൈലൊക്കേഷൻ ഒരേ സമയം 2 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുക എന്ന അത്ഭുതത്തിലൂടെയാണ് ഇത് സംഭവിച്ചത്. അതിപ്രകാരമായിരുന്നു. സ്പെയിനിൻ്റെ വടക്കേ തീരത്തുള്ള സരഗോസ എന്ന സ്ഥലത്ത് വിശുദ്ധ യാക്കോബ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കെ ദേശാധിപതിയുടെ എതിർപ്പും ജനങ്ങളുടെ നിസ്സഹകരണവും അദ്ദേഹത്തെ ആകെ തളർത്തി. തൻ്റെ പ്രേക്ഷിത ശുശ്രൂഷ പരാജയപ്പെടുന്നല്ലോ എന്ന് കണ്ട് അതീവ ദുഃഖിതനായി വിശുദ്ധ യാക്കോബ് കണ്ണീരോടെ തൻ്റെ ഗുരുവിനോട് പ്രാർത്ഥിച്ചു. ആ സമയം ഭൂമിയിൽ ജീവിച്ചിരുന്ന പരിശുദ്ധ അമ്മ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് യാക്കോബ് ശ്ലീഹ ശക്തി കൊണ്ട് നിറഞ്ഞു. സങ്കടമൊക്കെ മാറി ശക്തമായ ഒരു ക്രിസ്തീയ സമൂഹത്തിന് അവിടെ തുടക്കമിട്ടു. AD 42 വിശുദ്ധ യാക്കോബിനെ അഗ്രിപ്പ രാജാവ് വാളിനിരയാക്കി. പിന്നീട് വിശുദ്ധ യാക്കോബിന് ഈ അനുഭവം ഉണ്ടായ സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിക്കാനിടയായി. അവിടെ മാതാവിൻ്റെ തിരുസ്വരൂപം പിന്നീട് സ്ഥാപിക്കപ്പെട്ടു. അതാണ് അവർ ലേഡി ഓഫ് പില്ലർ സരഗോസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഗോവയിലേക്ക് വന്നപ്പോൾ ഈ മാതാവിൻ്റെ ഒരു രൂപം കൊണ്ടുവരികയും അത് ഗോവയിലെ ദേവാലയത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തി